ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? നാളെ കറുത്തവാവാണല്ലേ. കറുത്തവാവിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിന് ബലക്കുറവുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ചെറിയൊരു ആങ്സൈറ്റി, പിന്നെന്താ ഒരു ഉത്കണ്ഠ, ഉറക്കക്കുറവ്, പിന്നെ ചെറിയൊരു ഭീതി, ഭയം ഒക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ കറുത്തവാവിന് ചില ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് വാവിൻ്റെ ദിവസം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിയിടുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനും അതിലൂടെ കുടുംബത്തിന് അവരുടെ അനുഗ്രഹങ്ങളും പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ പ്രീതിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ബലിയിടുന്നത്. അപ്പോൾ ആത്മാക്കളുടെ ദിവസമായതുകൊണ്ട് തന്നെ ഭൂമിയിൽ അവരുടെ റേഡിയേഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക കറുത്ത വാവിന്. എന്തായാലും ഒരു പിതൃലോകത്തു നിന്ന് വരുന്ന സോൾസ് അല്ലേ, നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ അവർക്കിഷ്ടമുള്ളവരെ കാണാൻ വരികയാണ്, കണ്ടിട്ട് അവർ പോവുകയാണ് തിരിച്ചവരുടെ പിതൃലോകത്തേക്ക്. അപ്പോൾ ചിലവരിൽ ചില ഈ എനർജീസ് കാരണം ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ എന്താ പറയുക, ചെറിയൊരു പേടി അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം ചിന്ത കേന്ദ്രീകരിക്കുക, ഒറ്റയ്ക്കിരിക്കാതിരിക്കുക, കുടുംബത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ. ഓവർ ആങ്സൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുകയോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് അതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടാം. ഉറക്കക്കുറവുണ്ടാകും, അപ്പോൾ നല്ല വിശ്രമം ആവശ്യമാണ്. ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ആവശ്യത്തിന് വിശ്രമം മനസ്സിനും ശരീരത്തിനും കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് നിങ്ങൾക്ക് ടിപ്പ് തരാൻ. അപ്പോൾ നമുക്ക് നാളെ ആൻസസ്റ്റേഴ്സിൻ്റെ ഡേ അല്ലേ. അപ്പോൾ നമ്മുടെ പിതൃലോകത്തുള്ള നമ്മുടെ പിതൃക്കൾക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം അവർ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. നിങ്ങൾ കരുതിയിരിക്കേണ്ട വിഷയം എന്താണെന്നും നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ 2 കാർഡ് എടുക്കാം കേട്ടോ. എന്താണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും മൈൻഡ് കാം ആൻഡ് ക്വയറ്റാക്കി വയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഫോക്കസ് ചെയ്യുക, മൈൻഡിനെ സ്റ്റേബിളാക്കി വയ്ക്കുക, കാമായിട്ടിരിക്കുക. നമുക്ക് നോക്കാം കേട്ടോ. ഷഫിൽ ചെയ്യാം. നമുക്ക് റീഡിങ് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാർഡിൽ നമ്മൾ ചോദിച്ചത് പിതൃക്കൾക്ക് എന്ത് മെസ്സേജസാണ് നിങ്ങൾക്ക് നൽകാനുള്ളതെന്നും എന്തിനെയാണ് നിങ്ങൾ ഭയക്കേണ്ടതെന്നും ഓവർകം എന്തിനെയാണ് ചെയ്യേണ്ടതെന്നും എന്നുള്ള 2 ചോദ്യമാണ് നമ്മൾ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ പിതൃലോകത്തു നിന്നും വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാനുള്ളത്. ഇത് നോക്കുക, 9 ഓഫ് സ്വാഡാണ് വന്നത്. കോയിൻസിഡൻ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം കിട്ടിയേക്കുന്നത് സ്വാഡാണ്. സ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് ആക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിൽ നോക്കാം, അസാധാരണമായ ഭീതി, ഉറങ്ങാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളുടെ. അതിനെ ഓവർകം ചെയ്യാനാണ് ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അവരുടെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തെന്നില്ലാത്ത ഭയം, ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല, സ്വപ്നത്തിൽ പോലും ഞെട്ടി ഉണരുന്നു, എന്താ പറയുക, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു, നിങ്ങൾ കടന്നു പോയ ട്രോമാസ് എല്ലാം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക, ലാസ്റ്റത്തെ വോള് പോയേക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അതായത് ഹൃദയഭേദകമായ സിറ്റുവേഷൻസിൽ കൂടിയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറയ്ക്കുക. അവരുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെയിനിനെ കുറയ്ക്കുക, അവരുടെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനാണ് ഇപ്പോൾ പിതൃക്കൾ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങൾ, എനിക്കറിയില്ല. ടാരോ എനർജി വൈസ് എടുക്കുന്ന റീഡിംഗ് ആണ് ഇത്. പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ജനറലസ് ആണ്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ കാണുന്നോ അപ്പായിരിക്കും നിങ്ങൾക്കിത് റെസണേറ്റ് ആവുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് കർക്കിടക വാവിൻ്റെ, നാളെ കർക്കിടക വാവാണ്. അപ്പോൾ നാളെ ഞാൻ റീഡിംഗ് എടുക്കാറില്ല സാധാരണ. അപ്പോൾ കറുത്തവാവായതാറ് ഞാൻ ടാരോ കാർഡൊന്നും തൊടാറില്ല കേട്ടോ.
അപ്പം നാളത്തേക്ക് നിങ്ങൾക്ക് ആൻസസ്റ്റേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസാണിത്. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് അവർക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് അവരിവിടെ പറയുന്നത്. അപ്പോൾ ഭയക്കണ്ട, അവരുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, എന്തിനെയാണ് നിങ്ങൾ ഭയക്കേണ്ടത് എന്നാണ് നമ്മൾ ആൻസസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് നോക്കാം, ഈ ഒരു ഭീതിയിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പതനം, സമ്പൂർണ്ണ പതനം, അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളുടെ എന്താ പറയുക, അത് എൻഡ് എന്നൊക്കെ പറയില്ലേ, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു പഴയ നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാനോ നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലാതെ ഫുള്ള് ഡിപ്രഷനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠ, ഭയം എന്നിവയെല്ലാം മാറ്റണം. അവരുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ ഭീതിയും ഭയത്തെയും ഇല്ലാതാക്കുക. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഇവിടെ ഒരു എന്താ പറയണ്ട, എനിക്കത് നിങ്ങളുടെ ഒരു പതനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് നോക്കാം, മുതുകിലാണ് ഈ വാളെല്ലാം ഇതായിരിക്കുന്നത്. ശിരസ് മുതൽ ഇവിടെ പാദം വരെയുണ്ട്. അപ്പോൾ മേലെ മുതൽ താഴെ വരെയും ഫുള്ള് മുതുകിലാണ് കയറിയിരിക്കുന്നത്. നോക്കാം, പുറകിൽ നിന്നാണ് ഈ വാള് തറച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ കഴിയാതെ താഴെ നിലം പതിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്നാണ് കേട്ടോ. ഇതാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ ആധിയും നിങ്ങൾ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചിന്തകളും എല്ലാം നിങ്ങളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയി അവസാനം അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അങ്ങനെ ആവരുത് എന്നാണ് ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ 2 കാർഡാണ് എനിക്ക് കിട്ടിയത്. എന്താ നോക്കുക, കറക്റ്റ് സ്വേഡിൻ്റെ കാർഡാണ് കിട്ടിയത്. 2 സ്വേഡ്. ഞാനത് ഫുള്ളിൽ നിന്ന് എടുത്തായിരുന്നു. മേജർ ആർക്കാനും മൈനർ ആർക്കാനും എല്ലാം എടുത്തു. പക്ഷെ കറക്റ്റായിട്ട് ഇത് നോക്കുക, 9 കിട്ടി, 10 കിട്ടി. 9 ഓഫ് സ്വേഡ്, 10 ഓഫ് സ്വേഡ്. അപ്പോൾ ഇതാണ് ആൻസസ്റ്റേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ നിമിഷവും ഈ സമയവും കടന്നു പോകും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ദുഃഖവെള്ളി മാത്രമല്ല ഒരു ഈസ്റ്ററും വരും. അതാണ് ലൈഫ്. എപ്പോഴും നമുക്ക് അപ്പ് മാത്രം ഉണ്ടാവില്ല, ഒരു ഡൗണും ഉണ്ടാകും. അപ്പോൾ ഈ സിറ്റുവേഷൻസ് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ സോള് ഭൂമിയിലേക്ക് വന്നേക്കുന്നത്. നമ്മുടെ കർമ്മയായിരിക്കാം മേ ബി നമ്മൾ ഈ അനുഭവിക്കുന്ന വേദനകളും. ചിലപ്പോൾ നിങ്ങളറിയാത്ത കാര്യത്തിനായിരിക്കാം നിങ്ങൾ ക്രൂശിക്കപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ കർമ്മയാണ്. കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു സംഭവം, അതൊരു വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ വഴിയേ പറയാം. അപ്പോൾ നിങ്ങളുടെ കർമ്മയാണിതെന്ന് ഫേസ് ചെയ്യുക, അത് തിരിച്ചറിയുക. അത് ആര് തിരിച്ചറിയുന്നോ അവർക്കാണ് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. ഈ സങ്കടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്. എന്താണ് നമ്മുടെ ലൈഫ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മസിദ്ധാന്തം എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒരു പ്രാണനാണ്. ഈ ഇഷയിൽ സദ്ഗുരു പറയാറുള്ള ഒരിതുണ്ട്, ഐ എം നോട്ട് ദ ബോഡി, ഐ എം നോട്ട് ഈവൻ ദ മൈൻഡ്. ഞാൻ ഈ ബോഡിയുമല്ല, ഞാൻ ഈ ചിന്തിക്കുന്ന മനസ്സുമല്ല. അപ്പോൾ നമ്മൾ ആരാണ്? വി ആർ ജസ്റ്റ് പ്രാണൻ. നമ്മൾ ജസ്റ്റ് ഒരു പ്രാണനാണ്. ഈ പ്രാണൻ ഈ ഒരു ഫോമിലെടുത്തു, അറിയില്ല, കഴിഞ്ഞ ജന്മം ഇതൊരാണായിട്ടായിരിക്കാം. എൻ്റെ പ്രാണൻ ചിലപ്പോൾ ഒരാണായിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഈ ജന്മം എനിക്കൊരു പെണ്ണായിട്ട് ജനിക്കേണ്ടി വന്നു. അത് എൻ്റെ തെറ്റല്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രാണന് ജെൻഡറില്ല, പിന്നെന്താ പറയുക, ലിമിറ്റേഷൻസ് ഇല്ല. കഴിഞ്ഞ ജന്മം ഞാനൊരാണായിരുന്നു, ഈ ജന്മം ഒരു പെണ്ണായിട്ടാണ് ജനിച്ചേക്കുന്നത്. ഇനി അടുത്ത് വരാൻ പോണ ജന്മം ഉണ്ടോ എന്നറിയില്ല. ഇനി വരാൻ പോണ ജന്മം ഉണ്ടെങ്കിൽ തന്നെ അത് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. അപ്പോൾ ജെൻഡർ ഒന്നും ഡസൻറ്റ് മാറ്റർ അല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു പ്രാണനാണ്, നമ്മളൊരു ജീവനാണ്. എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച് വൺ ഇൻ ടു അനദർ ഫോം. അത് തന്നെയുള്ളൂ മനുഷ്യൻ്റെ കാര്യവും. നമ്മുടെ എനർജി എങ്ങും പോകുന്നില്ല. നമ്മുടെ ബോഡി നശിച്ചാലും നമ്മുടെ എനർജി ഇവിടെ ഉണ്ടാവും. എൻറ്റിറ്റീസായിട്ട് നമ്മളിവിടെ ഉണ്ടാകും. ഒരു സോളായിട്ട് നമ്മൾ ഈ ഭൂമിയിലുണ്ടാകും. അത് വീണ്ടും ഈ ഒരു റെപ്ലിക്ക മോഡൽ പോലെ തന്നെ വീണ്ടും പുനരധിജനനം, പുനരഭിമരണം, പുനരധിജനതയെ ജഡരേശകനം അല്ലേ. വീണ്ടും ജനിച്ച് കർമ്മയിൽ പെട്ട് നമ്മുടെ കർമ്മയെല്ലാം ക്ലിയറായി നമ്മൾ ഫൈനലി മോക്ഷം എന്നുള്ള സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. എന്താണ് ലൈഫ്, എന്താണ് നമ്മുടെ പർപ്പസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഫോമിൽ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, ഇങ്ങനൊരു കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത്, ഇങ്ങനൊരു ഭാര്യയായോ അല്ലെങ്കിൽ ഒരു ഭർത്താവായോ അല്ലെങ്കിൽ ഒരു മകളായോ അല്ലെങ്കിൽ ഒരു മകനായോ, എന്തുകൊണ്ടാണ്
നമുക്കിങ്ങനൊരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധങ്ങളായിക്കോട്ടെ, എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാം അനുഭവിക്കാനും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു നടുവിൽ നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്നതും എല്ലാം നമ്മൾ അറിയണം. അതിൻ്റെ ഒരു റിയലൈസേഷൻ കിട്ടിയാൽ മാത്രമാണ് ഇതിനെല്ലാത്തിനെയും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം കർമ്മഫലമാണ്. കഴിഞ്ഞ ജന്മം നമ്മൾ ആർക്കൊക്കെയിട്ടോ പണി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പണി നമ്മളിപ്പോൾ അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നെല്ലാം ഓവർകം ചെയ്തു പോകാൻ പറ്റും. അതിനാണ് ഞാൻ പറയാറില്ലേ, മെഡിറ്റേഷൻ, ധ്യാനം, നാമജപം, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ റിയാലിറ്റിയിൽ ഹൂ ആം ഐ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും. അപ്പം മാത്രമേ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം, ഞാൻ ആരാണ്. ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് പയ്യെ 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 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റിയാലിറ്റി മനസ്സിലാവും, ലൈഫിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. ഈ റിലേഷൻഷിപ്പിൻ്റെ, ഈ ബന്ധങ്ങളുടെ, ഈ വേദനകളുടെ എല്ലാത്തിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ കർത്തവാവാണ്, കർത്തവാവിൻ്റെ ഒന്നും ഞാൻ റീഡിങ് എടുക്കാറില്ല. നമുക്ക് മറ്റന്നാൾ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നാളെ അമാവാസിയാണ്, അപ്പോൾ കുറച്ച് എനർജി വേരിയേഷൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചന്ദ്രന് ബലം കുറവുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നാളെ കാണാം. ടാറ്റാ.